നമസ്കാരം. വിദ്യാധനം സർവധനാൽ പ്രധാനം. എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ അത്? പക്ഷെ എല്ലാവരും വിചാരിക്കുക നമുക്ക് അറിവ് കിട്ടുന്നത് നമ്മൾ സ്കൂളിൽ പോയാലോ അല്ലെങ്കിൽ കോളേജിൽ പോയാലോ ഡിഗ്രി അങ്ങനെ പോയെങ്കിലൊക്കെ മാത്രമാണ് നമുക്ക് അറിവ് കിട്ടുള്ളൂ, നമുക്ക് അപ്പം മാത്രമേ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് എല്ലാവരുടെയും അല്ല എങ്കിലും ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുക. പഠിപ്പൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ തോന്നുന്നു ഇനിയിപ്പോൾ ഈ പ്രായത്തിലാണോ പഠിക്കുക എന്നൊക്കെയുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാവും. പക്ഷേ പഠനം അല്ലെങ്കിൽ അറിവ് നേടുക എന്നതാണ് ഈ ലോകത്തിൽ ഒരു ഏറ്റവും നല്ലൊരു കാര്യമായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നല്ലൊരു വ്യക്തിയാവാൻ പറ്റുള്ളൂ. നമ്മൾ എന്നും പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് ചെയ്യേണ്ടത്. അതിനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമോ പിന്നെ ഈ പണിയുടെ ഇടയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ പഠിക്കാൻ നിൽക്കല്ലേ എന്നുള്ളതൊക്കെ ചിന്തിക്കും. നമുക്ക് നമ്മുടേതായ ഒരു വഴി തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ വേണമെങ്കിലും പോകും അല്ലേ? നമ്മൾക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്തില്ല. നമ്മളതിനെ മറികടക്കാനുള്ള അല്ലെങ്കിൽ നമ്മളതിനെ പഠിക്കാനുള്ള ആ കഴിവ് നേടാനുള്ള വഴി എങ്ങനെ നമുക്കത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു വഴിയാണ് നമ്മൾ നോക്കുക. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സില്ലാത്തവരാണെങ്കിൽ നമ്മളെന്താ പറയുക, അതൊന്നും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ അതൊന്നും ഈ പ്രായത്തിൽ പറ്റില്ല, അതൊക്കെ ആ കാലത്ത് പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല, ഇനിയിപ്പോൾ എപ്പോഴാ അല്ലെങ്കിൽ അന്ന് എനിക്ക് സാധിച്ചില്ല, ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസുകൾ പറയും അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. എല്ലാ ദിവസവും നമ്മളെക്കുറിച്ച് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാം. നമുക്ക് ഭയങ്കര മിടുക്കാണത്. അവൻ്റെ ഭാഗ്യം. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വളരെ വിജയിച്ചു അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ആളുടെ ഭാഗ്യം. ഒരിക്കലും ഭാഗ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല ആളവിടെ എത്തുന്നത്. അത്രയധികം ഹാർഡ് വർക്ക്, അത്രയധികം അതിനുവേണ്ടി ശ്രമിച്ച പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആളുടെ എന്താ പറയുക വിജയത്തിന് പുറകിലുള്ള വശം ആരും ശ്രദ്ധിക്കില്ല. എത്തിയ സ്ഥലത്ത് എത്തുമ്പോൾ പറയും ഭാഗ്യവാൻ. പക്ഷെ ആ ഭാഗ്യവൻ കൊണ്ടൊന്നും ആയിരിക്കില്ല ആരും അവിടെ എത്തുന്നത്. അവർ ചെയ്യുന്ന അത്രയും എന്താ പറയുക അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ കമ്മിറ്റ്മെൻറ്റ് അതൊന്നും നമ്മൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർ വരുന്ന വഴികളെ കുറിച്ചൊക്കെ ആരും ഭാഗ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല എത്തുന്നത്. അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാവും. നമ്മളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് അറിവാണ് പവർ. നമുക്ക് എന്തിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ നമ്മൾ അതിലെ മാസ്റ്ററായി. നമുക്ക് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾക്ക് എന്തിനെക്കുറിച്ചെങ്കിലും അറിവ് ഒറ്റൊരു കാര്യം എടുക്കുക, അതിനെക്കുറിച്ച് ഡെയിലി ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നും എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. എല്ലാം ഒരേ പൊസിഷനിൽ നിൽക്കുമായിരിക്കില്ല. ഓരോ ദിവസവും അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ മാസ്റ്റർ ആയിരിക്കും. അതിന് എങ്ങനെ കറങ്ങി തിരിഞ്ഞ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾക്ക് ആ കാര്യത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു കഴിവ് വരും നമ്മളുടെ ഡെയിലി പ്രാക്ടീസിലൂടെ. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അതന്നെ ചെയ്ത് അതിൽ നമ്മൾ എക്സ്പേർട്ടായിട്ടുണ്ടാവും. എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു കഴിവ് കിട്ടി. ആ കാര്യം പുതിയതായിട്ടൊരാൾ വരുമ്പോൾ നമുക്ക് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പുതിയതായിട്ട് ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ഒരു 5 വർഷം ഒരാൾ ഒരു ജോലി ചെയ്യുന്നു. അപ്പോൾ ആ ആൾക്ക് ആ ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഐഡിയാസും കിട്ടിയിട്ടുണ്ടാവും. പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഒന്നും അറിയണ്ടാവില്ല. പക്ഷേ ഈ 5 വർഷം ചെയ്ത ആ ആൾ പഠിച്ചെടുത്ത അല്ലെങ്കിൽ ആ ആളുടെ കഴിവിൽ നിന്നും അയാൾക്ക് കിട്ടിയ അറിവിൽ നിന്നും അയാൾക്ക് ഈ കാര്യത്തെ എളുപ്പമായ രീതിയിൽ പുതിയ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു വരും. മനസ്സിലായില്ലേ? ഒരു ബുദ്ധിമുട്ട് ഉള്ളൊരു ജോലിയാണെങ്കിൽ കൂടിയിട്ടും അതിനെ നമുക്ക് എങ്ങനെ എളുപ്പമുള്ള വഴിയിലൂടെ അത് പഠിച്ചെടുക്കാം എന്നുള്ളൊരു പഠിപ്പിക്കാനുള്ളൊരു കഴിവ് വരും. നമ്മൾ പോയി പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളായിട്ട് നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച അറിവ് നമ്മളിലുള്ള അറിവ് മറ്റൊരാൾക്ക് പങ്കുവെച്ച് കൊടുക്കുക, മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക. അപ്പോഴാണ് നമ്മളുടെ അറിവ് വികസിക്കുക. അങ്ങനെ നമ്മളുടെ നോളജ് പവർ കൂട്ടാൻ നമുക്ക് കഴിയും. നമ്മളെന്താ വിചാരിക്കുക, എനിക്കറിയാം, ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾക്കും കൂടെ അറിയില്ലേ എന്നുള്ള ഒരു അസൂയ അങ്ങനെ വരത്തരുത്. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്.
നമുക്കറിയുന്നൊരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ ആൾക്ക് അറിവ് കിട്ടുന്നതിനോടൊപ്പം നമ്മളുടെ അറിവിൻ്റെ അളവും കൂടെ കൂടുന്നുണ്ട്. നമ്മളത് നോക്കാറില്ല. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാറ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്കും കൂടെ പങ്കുവെച്ച് കൊടുക്കുക. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സ്വത്തുണ്ട്, പണമുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ പങ്കുവെച്ച് കൊടുക്കേണ്ടി വരും. ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും. നമുക്കുള്ള അറിവ് അത് നമ്മുടെ സ്വന്തമാണ് അല്ലേ? നമ്മൾ നേടിയെടുക്കുന്ന അറിവ്, നമ്മൾ സ്വന്തമായി പഠിച്ചതോ അല്ലെങ്കിൽ പുറത്തു പോയി പഠിച്ചോ എങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചതൊക്കെ ആയിക്കോട്ടെ, ആ ഒരു അറിവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാത്രം അറിവാണ്. അതിന് അവകാശികളായിട്ട് ആരും വരില്ല. അത് എൻ്റെയും കൂടെയാണ്, അത് എൻ്റെ അറിവും കൂടെയാണ്. അതിന്നൊരു ഭാഗം എനിക്ക് വേണം പറഞ്ഞിട്ട് ആരും നമ്മുടെ അടുത്തേക്ക് വരുമൊന്നുമില്ല. പക്ഷേ ആ അറിവ് നമുക്ക് നമ്മളുടെ ഒരു ദാനമായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും അല്ലേ? അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ആ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമ്മളുടെ അറിവിൻ്റെ അളവ് കൂടും. അപ്പോൾ അറിവാണ് എല്ലാത്തിനും പ്രധാനം. അറിവുണ്ടെങ്കിൽ നമ്മൾ വളരെ സക്സസ് ആയ ഒരാളാണ്. നമുക്ക് അറിവുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവിലാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കഴിവിൽ മാത്രം എന്തെങ്കിലും ഒരു കഴിവ് അത് മാത്രം നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. അതിൽ എങ്ങനെ പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇനി എങ്ങനെ ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയുന്ന അത്രയും രീതിയിൽ അതിൻ്റെ മാസ്റ്ററായി കഴിഞ്ഞാൽ നമുക്കൊരു പേടിയും പേടിക്കണ്ട. നമ്മളതിൽ എക്സ്പേർട്ടായി കഴിഞ്ഞു. പിന്നെ ആർക്കും നമ്മളെ മറികടക്കാനുള്ളൊരു അവസരം ഉണ്ടാവില്ല. അത്രയും അതിനെക്കുറിച്ച് പഠിക്കണം കേട്ടോ. ഈ പഠിക്കണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യം? അച്ചടക്കം വേണം. നമ്മളെ അച്ചടക്കത്തോടെ നമ്മളതിനെ നിയന്ത്രിച്ച് നമ്മളെ കൊണ്ടുപോകാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. ഈ അച്ചടക്കം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യത്തിലെത്തിക്കാനുള്ളൊരു, നമുക്കൊരു എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാനുള്ളൊരു പാലം എന്ന് വേണമെങ്കിൽ പറയാം. അത് അച്ചടക്കമാണ്, ഡിസിപ്ലിൻ. നമുക്ക് ഇത്രയും ഡിസിപ്ലിനായിട്ട് മൈൻഡ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ അച്ചടക്കത്തോടെ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു സ്ഥിര ഉത്സാഹം വേണം. അല്ലാണ്ട് ഇപ്പോൾ ഒരാളിങ്ങനെ കുറേ പറഞ്ഞതെന്ന് വെച്ചിട്ടൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഉത്സാഹം തോന്നണം. ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം, നമുക്ക് അറിവ് നേടണം, നമുക്ക് ബെറ്റർ. നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്യാണ് നമ്മളുടെ ലൈഫ് വെച്ചിട്ട്. എനിക്ക് അയാളെ പോലെയാണ്, ഇയാളെപ്പോഴാണ്, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഓരോ ആൾക്കാരും ഈ ലോകത്ത് സ്പെഷ്യലാണ്. ദൈവം അവർക്ക് അവരുടേതായ ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഉള്ളിലെ കഴിവുകളെയൊന്നും നോക്കില്ല. മറ്റൊരാളുടെ കഴിവ് എന്താ വെച്ചിട്ട് നോക്കിയിട്ട് നമ്മുടെ ഉള്ളിലെ കഴിവിനെ നമ്മളെ തന്നെ മറന്നിട്ട് നമ്മൾ മറ്റൊരാളാവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ നമ്മളെ അവോയ്ഡ് ചെയ്യണ പോലെ. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളോട് തന്നെ മത്സരിക്കുക. ഇന്നലെ നമ്മളെങ്ങനെയായിരുന്നു അതിനേക്കാൾ മെച്ചമായിരിക്കണം നമ്മളിന്ന്. നമ്മളൊരു 5 വർഷം മുന്നത്തെ ജീവിതവും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ അറിവുകൾ നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ഓട്ടോമാറ്റിക് നമ്മൾക്ക് പ്രായമാവും, കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ലാതെ നമ്മളുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കുക. നമ്മൾ എന്തെങ്കിലും മാറ്റം, ഞാൻ അന്ന് നിൽക്കുന്നതോടെ തന്നെയാണോ എന്ന് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു മാറ്റം വന്നിട്ടില്ല. പകരം നമ്മൾ അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ട് എന്ന് വെച്ചിട്ട് വലിയ ഒരു സക്സസ് എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കഴിവിൽ, നമ്മളുടെ മെച്യൂരിറ്റിയിൽ, നമ്മളുടെ പക്വതയിൽ എന്നൊക്കെ പറയില്ലേ, കുറച്ചും കൂടെയൊക്കെ നമ്മൾ ബോൾഡായി, അല്ലെങ്കിൽ നമുക്ക് മെച്യൂരിറ്റി ഒന്നും അന്ന് നമുക്ക് അറിയില്ലായിരുന്നു, ഇന്നിപ്പോൾ എനിക്ക് അറിയാം, ഇന്നുള്ള അറിവിക്ക് അന്നുണ്ടായിരുന്നു, ഞാൻ ഇന്ന് ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ ഞാനൊക്കെ എന്നും പരാതി പറയുന്ന ഒരാളാണ്. ഞാനൊക്കെ വളരെ സെൻസിറ്റീവോ, എനിക്ക് ഒരു അറിവില്ല, ഇന്നും അറിവുണ്ടായിട്ടല്ല എങ്കിലും എനിക്കറിയാം ഒരു 10 കൊല്ലത്തെ മുന്നത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ വായിക്കാനും അറിവ് നേടാനൊക്കെ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് പഠിക്കൽ എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ വായിക്കണം, എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ നേടണം, അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം മാറ്റം വന്നിട്ടുണ്ടെന്ന്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവുകളിൽ അവരവരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ഒന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെന്താ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് വളർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ, അതോ നിൽക്കുന്നോടത്ത് തന്നെ നിൽക്കണോ, അതോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമ്മൾ ഡെയിലി പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കുറേ ചിലവരെന്താ വിചാരിക്കുക, എനിക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് വലിയൊരു സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ടാവും.
കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ. അതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് കിട്ടുന്ന നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിന് കൊടുക്കുന്ന ആ ഒരു ഫീസിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്, ഒരു കടലാസ്. അതിന് കിട്ടുന്ന ഒരു പ്രസൻറ്റേഷൻ മാത്രമായിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതി. അതൊക്കെ ഉണ്ടോ എന്ന് വെച്ചുകൊണ്ടൊന്നും നമ്മൾ മുഴുവൻ അറിവുള്ള ഒരാളൊന്നും ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ശരിക്കുള്ള ജീവിതം അല്ലെങ്കിൽ ശരിക്കുള്ള പഠനം എന്താണെന്നും ശരിക്കുള്ള അറിവുകൾ എന്താണെന്നൊക്കെ അറിയുന്നത് നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോഴാണ് നമ്മൾ പതറുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഭയങ്കര മത്സരങ്ങളാണ്. ഇപ്പോൾ ഒക്കെ അങ്ങനെയല്ല, പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലുള്ള എന്നെ കണ്ടു എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് അയാളെക്കാട്ടിയും കൂടുതൽ മാർക്ക് മേടിക്കുക അല്ലെങ്കിൽ A+ മേടിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം മാത്രമാണ് ഇപ്പോൾ. സ്കൂളുകളിൽ അങ്ങനെ തന്നെയല്ലേ, മൊത്തം 100% വിജയം നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രത്തിലാണ്, ആ ഒരു ലക്ഷ്യത്തിലാണ് ഇന്നൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കുട്ടികൾക്ക് വേണ്ടുന്ന കറക്റ്റായ അവർക്കൊരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്യാനോ ഒരു ജീവിതത്തിൽ എങ്ങനെ വിജയിക്കുക അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള പഠിപ്പുകളൊന്നും ഇല്ല ഇപ്പോൾ കിട്ടുന്നത്. എന്തൊക്കെയോ കുറേ പഠിക്കുന്നു, അവർ ആ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ വിജയ ശതമാനം കൂടുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രം പഠിച്ച് അങ്ങനെയുള്ളൊരു പഠിപ്പ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഇറങ്ങുന്നത്. അവരുടെ കയ്യിലൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. ശരിക്കും എഴുതാൻ പോലും ഡിഗ്രി കഴിഞ്ഞവർ പോലും പണ്ടത്തെ 10ാം ക്ലാസ്സുകാർ എഴുതുന്ന പോലെ ഒന്നും ഇന്നത്തെ ഡിഗ്രിക്കാർ എഴുതിയില്ല. അത്രയും അറിവിൻ്റെ ഒരു ശോചനീയാവസ്ഥ ഇന്നുണ്ട്. അതുപോലെ തന്നെയാണ് പെരുമാറാൻ നല്ലപോലെ പെരുമാറാനുള്ളൊരു കഴിവില്ലായ്മ വന്നിട്ടുണ്ട്. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാം ഇല്ലേ, മൂത്തവരൊന്നും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഇപ്പോഴത്തെ തലമുറയൊന്നും അങ്ങനെ അല്ല. അവർ മറ്റൊരാളെ മൈൻഡ് ചെയ്യണം കൂടെ ഇല്ല. അവരുടെ പെരുമാറ്റത്തിലും എല്ലാത്തിലും ഒരു മാറ്റമുണ്ട്. മൊത്തം വിദ്യാഭ്യാസ രീതിയുടെ കുറ്റം പറയല്ല, തലമുറ അങ്ങനെയാണ്. പുതിയ ജനറേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ തലമുറക്കാർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ അല്ല, കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലാത്ത ഒരുവിധ ആൾക്കാരൊക്കെയാണ് ഇന്ന് ഇറങ്ങുന്നവരൊക്കെ. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ അറിവ് നേടുക എന്നാണ്. നമുക്ക് പക്വത ഉണ്ടാവണം. പക്വതയുള്ളൊരു ആളായി മാറണമെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ വേണം. നമ്മൾ അറിവ് നേടാന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിവ് നമുക്ക് കിട്ടാവുന്ന അറിവുകളൊക്കെ നമ്മളുടെ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ നമുക്കിന്ന് ലോകത്തുനിന്ന് പഠിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. പഠിക്കാനും അറിവുകൾ നേടാൻ. ഇപ്പോൾ മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, വെറുതെ യൂട്യൂബ് നോക്കുക എന്നൊക്കെയല്ലാണ്ട് അറിവ് നേടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് ആർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകും. അതിനെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുക. അവർക്ക് ആവശ്യം അറിവല്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. വെറുതെ ഇങ്ങനെ ആഘോഷങ്ങളാണ്, കൂടുതലും ആഘോഷങ്ങളാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്നാ ആഘോഷങ്ങൾ, ഇപ്പോൾ എല്ലാ ദിവസവും ആഘോഷങ്ങളാണ്. എല്ലാ ദിവസവും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആഘോഷങ്ങളും അർമാദിക്കലും. അങ്ങനെ ഒരു ഫാൻറ്റസി ലൈഫായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ തലമുറയുടേത്. മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ ആയിട്ടുണ്ട്. ആർക്കും അറിവൊന്നും വേണ്ട, പക്ഷെ അറിവൊക്കെ നേടാനൊക്കെ ശ്രമിക്കണം. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്നിപ്പോൾ വിരലിലുണ്ടാവുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അറിവ് നേടുക അത് എപ്പോഴും നല്ലതാണ്. നമുക്ക് നമ്മളുടെ കഴിവിനെ തിരിച്ചറിയുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യുക, അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. നമ്മുടെ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനുള്ള ശക്തി നേടുക. അതൊക്കെ നമ്മുടെ അറിവ് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ, നമുക്കൊരു ദിശാബോധമൊക്കെ വേണം. നമ്മൾ എങ്ങോട്ടാണ് ഈ യാത്ര എന്നതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് അറിവ് വേണം. നമ്മളെ തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സമയം കൂടെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുക. നല്ലവരായി ജീവിക്കുക, നല്ല വ്യക്തികളായി ജീവിക്കുക എന്നുള്ളതല്ലേ നല്ലൊരു അതായിരിക്കണം നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഹാപ്പി ലൈഫ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.